നമസ്കാരം. ബിഗ് ബോസ് ആരും ബിഗ് ബോസ് വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും ബിഗ് ബോസുമായിട്ട് കുറച്ച് ദിവസം കൂടെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. കാണാൻ സാധിക്കുന്നവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ലൈക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അനുമോളുടെ അനീഷിൻ്റെ കാര്യമാണ്. ഇപ്പോൾ അനുമോളെ കുറിച്ചാണ് ഏറ്റവും ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ അതിൻ്റെ കോക്കണ്ടൻസ് എല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കുകയാണല്ലോ, നിങ്ങൾ മുമ്പുള്ള സീസൺസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ സീസണൊക്കെയും ഇതുപോലെ ആയിരുന്നു. തീർന്നു കഴിഞ്ഞ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തരിക. ഇത് പറഞ്ഞാൽ അനുമോൾക്കാണ് ഇപ്പോഴും കല്ലേറ് നടന്നുണ്ട്. ഇപ്പം നമ്മൾ വട്ടം പറയുന്ന പോലെ മാങ്ങയുള്ള മാവേലിട്ടല്ലേ കല്ലേറുണ്ടാവുള്ളൂ. അപ്പം അത് നമ്മൾ പലപ്പോഴും പലതും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അനുമോളുടെ ഗെയിമായിരുന്നു, അല്ലെ അനീഷിൻ്റെ ഗെയിമായിരുന്നു. അനീഷിനോടും ഈ പറഞ്ഞ അഞ്ജന നമ്പ്യാർ വരുമ്പോൾ അഞ്ജന നമ്പ്യാർ ചോദിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാകും പുള്ളി അവിടെ കാണിച്ച പല കാര്യങ്ങളും മനഃപൂർവ്വമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്, കള്ളത്തരമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളുടെ കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരിപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം. പക്ഷേ ഇനിയിപ്പം ഇവർ ഈ അനുമോൾക്കെതിരെ പറയുന്നവർ എല്ലാവരും പുറത്താണെന്ന് ആലോചിക്കണം. ഇവരെല്ലാവർക്കും ഈ വരുന്ന അടിയിൽ വരുന്ന കമൻസൊക്കെ വായിക്കാൻ സാധിക്കും. അകത്തിരുന്നപ്പോൾ ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു, അല്ലേ? ഇവർക്കൊന്നും അറിയുന്നില്ല. പക്ഷേ ഇപ്പം ഇതിനടിയിൽ വരുന്ന കമൻസ് എനിക്ക് തോന്നുന്നില്ല ഒരു 100 കമൻറ്റ് വന്നാൽ 90 കമൻറ്റും ഈ വീഡിയോ ഇടുന്ന ശൈത്യമോ പിന്നെയോ ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള കമൻസാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരൊക്കെ തിരിഞ്ഞും മറുകണ്ഠം ചാടിയ നമ്മൾ കണ്ടതാണ്. ഓരോരുത്തരാണല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആരാണെന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ അതുകൊണ്ട് ഇപ്പോൾ പോസിറ്റീവ് കമൻസ് ആണ് വരുന്നത് മുഴുവൻ, അല്ലേ? അവരെയൊക്കെ അനുമോളുടെ ഒപ്പം വാഴ്ത്തി പാടുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇനിയും ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം നേടിയെടുത്ത് ജീവിക്കാനുള്ളത്. അതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ അക്ബർ ഭാര്യയെ മൈൻഡ് ചെയ്തില്ല പോലും. പക്ഷേ അക്ബർ ഇറങ്ങി വന്നപ്പോഴേ അക്ബറിൻ്റെ ഭാര്യയാണ് ആദ്യം വന്ന് ഭാര്യയെ ഹഗ് ചെയ്തതിന് ശേഷമാണ് അമ്മയെ ഹഗ് ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ഉപ്പയുടെ അടുത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടത്. അതിന് ഭയങ്കര കമൻസൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ ശരിക്ക് അറ്റവും മുറിയും കണ്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രചാരങ്ങളൊക്കെ നടത്തുന്നത്, അല്ലേ? അപ്പം പലർക്കും വിഷമമുണ്ട്. അനീഷ് കപ്പടിക്കുമെന്നായിരുന്നു. പക്ഷേ എങ്കിൽ വോട്ടിംഗ് ശതമാനമൊന്നും നമുക്കറിയില്ല. ഒരു ലക്ഷ്മി പറയുന്നത് കേട്ടു 52% വോട്ടോ അനുമോൾക്കും 42 അനീഷിനും ഉള്ളായിരുന്നു എന്നൊക്കെ. നമ്മളത് അറിയുന്നില്ലല്ലോ, നമ്മളെ കാണിക്കും. നമ്മൾ 42 നിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇനിയെങ്കിലും അടുത്ത മത്സരാർത്ഥികളെ അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ആ അടി വരുന്ന കമൻസൊക്കെ ഒന്ന് വായിച്ചിട്ട് ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി ആ തലയിൽ ഉദിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ബിഗ് ബോസ് തുടരുകയാണ്.